ഇയാള് ശരിക്കും എന്റെ വലയിൽ ഇപ്പൊ വീണിരിക്കുന്നു. എന്തു പറ്റി? ഓഫർ കൊള്ളാമെന്ന് തോന്നുന്നു. പക്ഷെ ബംഗ്ലാവിന്റെ വില എത്രയാ? അതൊന്നും പറഞ്ഞാൽ. വില കൂടുതലൊന്നുമല്ല, വെറും 1 കോടിയേ ഉള്ളൂ. 1 കോടിക്ക് ഇത്രയും മനോഹരമായ ബംഗ്ലാവോ? ഞാൻ ഇവിടെ സംഗീത അക്കാദമി തുടങ്ങും. വേഗം അഡ്രസ് പറയൂ. ഞാൻ 1 കോടി രൂപയുമായി ഇപ്പൊ എത്തിക്കൊള്ളാം. എനിക്ക് കിട്ടി ബംഗ്ലാവ്. ഒന്ന് വേഗം തീർക്ക്, ചിലപ്പോ കിളവം വരും. പെട്ടെന്ന് മതില് വെക്കാൻ നോക്ക്. ടണ്ടടേ. ഹലോ താക്കൂർ സാറേ, ഇതാ പിടിച്ചോളൂ നിങ്ങളുടെ 1 കോടി രൂപ. നിങ്ങളുടെ പേരിലൊക്കെ ബംഗ്ലാവിന്റെ ആധാരമാണിത്. എന്താ പിടിച്ചോ. ഇവിടെ ഇരുന്ന് നിങ്ങൾ സുഖമായി ഗാനമാലപിക്ക്. എന്നിട്ട് നോക്കിക്കോ, മയിലുകള് വന്ന് നൃത്തമാടുന്നതും മാനുകള് തുള്ളിക്കളിക്കുന്നതും ഒക്കെ. കുയിലുകൾ കൂകും. താങ്ക് യു. ഇനി എനിക്കിവിടെ സംഗീത അക്കാദമി തുടങ്ങാമല്ലോ. എന്നാ പിന്നെ കാണാം. പെട്ടെന്ന് അത്യാവശ്യം വന്ന് എന്നെ വിളിക്കണേ. ബൈ ബൈ. ബംഗ്ലാവ് മനോഹരം, എത്ര സുന്ദരം എന്റെ ബംഗ്ലാവ്. എന്റെ അമ്മ, അവൻ ഷൂട്ടിങ്ങിനിട്ട സെറ്റ് കാണിച്ച് എന്നെ പറ്റിച്ചു. ശിവാ, മുത്തശ്ശ എന്താന്ന്? ഓ നോ, ഞാൻ അയാളെ പിടിച്ചോളാം. ചിലപ്പോ അയാൾ ഈ വഴിക്കായിരിക്കും പോകുന്നത്. എന്ത് പറ്റി ശിവ? ഒരാള് 1 കോടി രൂപയ്ക്ക് നമ്മുടെ മുത്തശ്ശനെ പറ്റിച്ചിരിക്കുന്നു. മുത്തശ്ശൻ പറഞ്ഞ പോലെയുള്ള കാറാണ് ആ വഴിക്ക് പോകുന്നത്. എന്തായാലും ആ കാർ പോകട്ടെ. ഈ കുരുത്തം കെട്ട കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. ഇവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. എപ്പോ നോക്കിയാലും പുറകെ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആരെന്ത് ചെയ്താലും ശരി, ഈ നട്ടുവർഡാലിന്റെ ബുദ്ധി പോലെ വേറൊരുത്തനും ബുദ്ധി ഉണ്ടാവില്ല. ശിവ, ഈ കള്ളൻ ഭയങ്കര സാധനാണല്ലോ. ഈ കള്ളൻ തന്നെയാണ് അന്ന് ജ്വല്ലറിയിൽ മോഷ്ടിച്ചതെന്ന് തോന്നുന്നു. എല്ലാരും ഭയങ്കരമായിട്ട് പറ്റിക്കുന്നവനാ. എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. അതിലും മുത്തശ്ശനും ലഡു സിംഗ് സാറും നമ്മൾ എല്ലാവരും ഇടപെടേണ്ടി വരും. വരൂ. പ്രേക്ഷകരായ നിങ്ങളോടൊരു കാര്യം പറയണം. ഇന്ന് നമ്മളുടെ മുന്നിൽ മഹാരാജാവ് ചേലമാണ് വന്നിരിക്കുന്നത്.
അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ വീർ പ്രതാപ് സിംഗും ആൻഡ് ഗ്രാൻഡ് ഡോട്ടറായ രേവതിയും മഹാരാജാവേ, കുമാരനായ വീർ പ്രതാപ് സിംഗിന്റെ പിറന്നാളാണ് വരാൻ പോകുന്നത്. ഞാൻ കേട്ടത് നിങ്ങൾ കുമാറിന് വേണ്ടി വേദാനഗരത്തിൽ കൊട്ടാരം പോലൊരു ബംഗ്ലാവ് വാങ്ങിക്കാൻ പോകുന്നെന്ന്. എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ രാജകുമാരന് വേണ്ടി ഒരു കൊട്ടാരം നല്ല പുതിയ സ്റ്റൈലിൽ പണിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ പ്രിൻസിന് വേദ സിറ്റി ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അന്വേഷിക്കുകയാണ് പുറത്തെവിടെയെങ്കിലും അതിനു പറ്റിയ സ്ഥലമുണ്ടോ എന്ന്. അങ്ങനെ പുതിയൊരു ബംഗ്ലാവ് എനിക്ക് കിട്ടിയാൽ അതിന് ഞാൻ എന്ത് വില കൊടുക്കാനും തയ്യാറാണ്. ഇയാള് ഭയങ്കര കോടീശ്വരനാണെന്ന് തോന്നുന്നു. എന്റെ ബംഗ്ലാവ് ഈ മഹാരാജാവിനെ വിറ്റാൽ നന്നായിരിക്കും. എത്രയും പെട്ടെന്ന് അവിടത്തേക്ക് ബംഗ്ലാവ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്റർവ്യൂ ഏതോ ഒരു ബംഗ്ലാവിന്റെ ഉടമസ്ഥൻ ഇപ്പോ കണ്ടിരിക്കുന്നു. അദ്ദേഹമാണ് ഫോൺ ചെയ്തത്. ഇനി ആരുടെയെങ്കിലും കയ്യിൽ കൊട്ടാരം പോലുള്ള ബംഗ്ലാവ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഉടനെ വിളിക്കുക. അതുവരേക്കും മഹാരാജാവ് ആ ബംഗ്ലാവ് ഒന്ന് പോയി കാണട്ടെ. ചെന്നാലും രാജാവേ. താങ്ക് യു, വളരെ വളരെ നന്ദി. മഹാരാജാവേ, എന്റെ പേര് രാജാ കുവർ പ്രതാപ് എന്നാണ്. പേരുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ ബംഗ്ലാവ് ഞാനിപ്പോ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ കേട്ടു നിങ്ങൾക്ക് വേദാനഗരത്തിൽ വലിയൊരു ബംഗ്ലാവിന്റെ ആവശ്യമുണ്ടെന്ന്. മഹാരാജാവേ, നമുക്ക് ഈ ബംഗ്ലാവ് ഒരുപാട് ഇഷ്ടമായി. നാമും നമ്മുടെ കൂട്ടുകാരും ഈ ബംഗ്ലാവിൽ കളിക്കും. ശരി, എന്റെ രാജകുമാരന് ഈ ബംഗ്ലാവ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതാ പിടിക്ക് നിന്റെ ബംഗ്ലാവിന് തരുന്ന വില. നിങ്ങൾ എന്തായി കാണിക്കുന്ന മഹാരാജാവേ? ആ ഒരു വൈരക്കല്ല് കൊണ്ട് ഇങ്ങനത്തെ ഒരുപാട് കൊട്ടാരങ്ങൾ നമുക്ക് വാങ്ങാൻ സാധിക്കും. നിങ്ങളത് ഊരി അങ്ങനെ അയാളുടെ കയ്യിൽ കൊടുത്തല്ലോ. ഞാൻ സന്തോഷവാനാണ്. എനിക്ക് സന്തോഷം വരുമ്പോ എല്ലാവർക്കും സന്തോഷമുള്ളതായി എനിക്ക് കാണണം. ഇതെടുത്തു, ഇതും എടുത്തു, ഇതും. മഹാരാജാവേ, മഹാരാജാവേ, ഇതൊന്നും നിർത്തുന്നുണ്ടോ? സന്തോഷം ഒരുപാട് പങ്കുവെച്ചു. ഇങ്ങനെ കൂടുതൽ സന്തോഷം അയാൾക്ക് സഹിക്കാൻ കഴിയില്ല. സഹിക്കാൻ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ സഹിക്കൂ. സന്തോഷം രാജാവേ, തരൂ തരൂ. ഇതാ എടുത്തോളൂ, 20 കോടി. മതി മതി, ഒന്നും നിർത്തുന്നുണ്ടോ? ഒരുപാട് കൂടുന്നുണ്ട്. താനും തന്റെ മഹാരാജാവിനെ കൊള്ളെടുക്കാൻ നോക്കാണോ? ഇങ്ങോട്ട് തരാൻ മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്കുന്നുണ്ടോ? പോവാനല്ലേ പറഞ്ഞ് ചെല്ല്. ഇങ്ങോട്ട് താ. ഞാൻ വിടില്ല. ഇതാ ഈ വീടിന്റെ ആധാരം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നന്ദിയുണ്ട് രാജാവേ, അങ്ങ് വളരെ നല്ലവനാണ്. നിങ്ങളാണ് യഥാർത്ഥ മഹാരാജാവ്. എന്റെ പേരിൽ മാത്രമുള്ള രാജാവെന്ന്. എന്നാ കാണാം. വേടാറാം, വഴിയൊക്കെ തടഞ്ഞോ? നട്വർലാൽ ആ കറുത്ത കാറിലാ ഇവിടുന്ന് വന്നോണ്ടിരിക്കുന്നെ. അയാളെ വേഗം പിടിക്കണം. അവൻ ബംഗ്ലാന്ന് ഇപ്പൊ പുറപ്പെട്ടിട്ടേ ഉള്ളൂ. പിടിക്കേ. ഇവരൊക്കെന്തിനാ ഇത്രയധികം കിടന്ന് തുള്ളുന്നത്? കുറച്ചു നേരം മുമ്പ് മന്ത്രി എന്തെല്ലാമാണ് പറഞ്ഞത്. ഇപ്പൊ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. എന്തെങ്കിലും കള്ളത്തരം ഉണ്ടാവോ? എന്താ ഇത്? മൊത്തം കള്ളനോട്ടാണല്ലോ. അപ്പൊ തന്ന സ്വർണവും വൈരവും ഒക്കെ കള്ളമായിരിക്കുമോ? ഇതും ഡ്യൂപ്ലിക്കേറ്റ്. ഇതും എല്ലാം കള്ളത്തരം. ഓഹോ, ഈ നട്വർലാലിനെ അവന്മാരെല്ലാവരും കൂടി പറ്റിച്ചിരിക്കുന്നു. ഡെൽറ്റ ഫോഴ്സ് കേൾക്കൂ. ഞാൻ നാട്ടുകാരെ മുഴുവനും പറ്റിക്കുന്നവനാ. അങ്ങനെയുള്ള എന്നെ ഇന്ന് നിങ്ങളെല്ലാവരും പറ്റിച്ചിരിക്കുന്നു അല്ലേ? എന്റെ ബംഗ്ലാവിന്റെ ആധാരം തന്നേക്ക്. ഇനി താൻ നേരെ ജയിലിലേക്ക് പോയാ മതി മിസ്റ്റർ നട്വർലാൽ. യു ആർ അണ്ടർ അറസ്റ്റ്. പിടിച്ചോ, ഇത് പിടിച്ചോ. വേണ്ട വേണ്ട, എന്നെ വിട്. വേണ്ട, എന്നെ താഴെ ഇറക്ക്. വേണ്ട. ഹലോ അങ്കിൾ, മര്യാദയ്ക്ക് മടങ്ങി പൊക്കോളൂ, അല്ലെങ്കിൽ ജയിലിലേക്ക് പോവേണ്ടി വരും. കുട്ടി, ഇവിടുന്ന് മാറി നിക്ക്. ഓ
കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. ലഡു സിംഗ് സാറേ, ഞാൻ പെരും കള്ളനാ. പക്ഷെ ഫൈറ്റ് ചെയ്യാൻ എനിക്കറിയില്ല. ഇൻസ്പെക്ടർ എന്നെ പിടിച്ചുകൊണ്ട് പോ. എന്തായാലും ഞാൻ ജയിലിൽ പോകാനുള്ളവരല്ലേ, പിന്നെ എന്തിനാ എന്നെ കൊണ്ട് ഇങ്ങനെ അടി വാങ്ങിപ്പിക്കുന്നത്? ഇരുമ്പ് പോലുള്ള മനുഷ്യരല്ലേ ആ കുട്ടി തറ പറ്റിച്ചത്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്.